വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 49-ാം വാക്യം. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിത മനുഷ്യന് തുല്യം. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലം പതിച്ചു. ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു. വചനം കേൾക്കുന്നവരെ നമ്മളെല്ലാം, എന്നാൽ വചനം അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. കേൾക്കുന്ന ഒരു പ്രക്രിയ നമ്മുടെ ജീവിതത്തിലേക്ക് ഫലിക്കുന്നില്ല. കേൾവി കൊണ്ട് മാത്രം വചനത്തെ സ്വീകരിക്കുന്ന, തൃപ്തിപ്പെടുന്ന ജീവിതങ്ങൾ ഈ വചനം ഗൗരവത്തിലെടുക്കണം. എത്രയോ വചനങ്ങളാണ് നമ്മളിലേക്ക് ഓരോ പ്രഭാതത്തിലും ഓരോ ദിനത്തിലും എത്തിച്ചേരുക. വചനത്തിൻ്റെ കുറവൊന്നും ഇന്നില്ല. ഏത് തരത്തിലും വചനം നമുക്ക് സമീപസ്ഥമാണ്. യൂട്യൂബ്, വചനങ്ങൾ, പ്രസംഗങ്ങൾ, വചന ശുശ്രൂഷകൾ, ഒരുപാട് ലഭ്യത നമുക്കുണ്ട്. എന്നാൽ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ദൗർഭാഗ്യ ജീവിതത്തിൻ്റെ ഉടമയാണോ നീ? ദൈവവേദനയിലെ വ്യത്യാസം വരണേ. വചനം കേൾക്കുക മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം, മനനം ചെയ്യണം, വചനം സ്വന്തമാക്കണം, വചനം ജീവിക്കാനുള്ള ഇന്ധനമാക്കി മാറ്റണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? കാറ്റടിക്കുമ്പോൾ നീ നിലം പതിക്കും. ആ വീട് അശേഷം നശിക്കും. ഇങ്ങനെയൊരു വീട് അവിടെ ഉണ്ടായിരുന്നോ എന്ന് തോന്നുമാറ് അവശിഷ്ടങ്ങളൊന്നും തന്നെ ഇല്ലാതെ നീ നാമാവശേഷമായി പോകും എന്നാണ് വചനത്തിൻ്റെ അർത്ഥം. സ്നേഹമുള്ളവരെ, വചനം ജീവിതത്തിൽ ഗൗരവത്തിലെടുക്കുന്നവർ എന്നത്തേക്കുമായി നിലനിൽക്കുമെന്നതും വചനത്തിൻ്റെ വലിയൊരു മറുവശമാണ്. മറന്നു പോകരുത്. ഈ വചനം ഓർമ്മിപ്പിക്കുക. വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ഈ ഭൂമിയിൽ നിന്നും അന്യമാകും. എക്കാലമത്രയും ജീവിക്കാനുള്ള വഴിയുടെ പേരാണ് വചനം. വചനത്തെ ഗൗരവത്തിലെടുക്കുക. ആമേൻ.